അപ്പം എനിക്ക് ആ സമയത്ത് എൻ്റെ ബോഡി എങ്ങനെയാണ് എനിക്കറിയില്ല, അത് എങ്ങനെ ചെയ്യണം, എന്ത് പറയണം എന്നുള്ളത് എനിക്കറിയില്ല. ആ കുറച്ച് നേരം ഞാൻ ഇരുന്ന് പോയി. അടിച്ചെന്ന് പറഞ്ഞാൽ നമുക്ക് സഹിക്കാൻ പറ്റാത്തൊരു അടി നടുവിനിട്ട് തന്നു. അപ്പോൾ ഞാൻ പുള്ളിയുടെ അടുത്ത് കുറേ കഴിഞ്ഞിട്ട് ഞാൻ ചോദിച്ചു, നിങ്ങൾ എന്തർത്ഥത്തിലാണ് എന്നെ അടിച്ചതെന്ന് ചോദിച്ചു. നമ്മൾ അറിയുന്നില്ല. അപ്പൊ നമ്മുടെ തൊപ്പിയുടെ അച്ചായൻ പുള്ളിക്കാരനുമായി ബന്ധപ്പെട്ടുള്ള വിവാദങ്ങൾ ഇങ്ങനെ കത്തിപ്പൊകഞ്ഞുകൊണ്ടിരിക്കുകയാണ് അല്ലെ. ഇപ്പൊ അച്ചായൻ ഒരു പെൺകുട്ടിയെ വിവാഹം കഴിച്ച പശ്ചാത്തലത്തിൽ അച്ചായന്റെ ബന്ധുവിന്റെ ഒരു വെളിപ്പെടുത്തൽ നമ്മൾ ഇന്നലെ നമ്മുടെ ചാനലിലൂടെ പുറത്തു വിട്ടിട്ടുണ്ടായിരുന്നു അല്ലെ. അതിൽ അച്ചായൻ തന്റെ ഒരുപാട് പണം പറ്റിച്ചു എന്നും ഒരുപാട് പെൺകുട്ടികൾ അച്ചായൻ പല അമ്പലങ്ങളിൽ വെച്ച് വിവാഹം ചെയ്തിട്ടുണ്ട് എന്നുമൊക്കെ ആ ബന്ധു വെളിപ്പെടുത്തുന്നുണ്ട്. അത് പലരും കണ്ടു കാണും. എന്തായാലും അതിനെല്ലാം പിറകെ ഈ അച്ചായന്റെ മുൻ കാമുകിയെന്ന് അച്ചായൻ തന്നെ പരിചയപ്പെടുത്തിയ ഒരു പെൺകുട്ടി ഇന്നലെ രംഗത്ത് വന്നിട്ടുണ്ടായിരുന്നു. പലർക്കും അറിയുമായിരിക്കും. ജിനു തോമസ് എന്നാണ് പുള്ളിക്കാരുടെ പേര്. പണ്ട് ജിനു തോമസ് മൊത്തമുള്ള ഒരുപാട് സ്റ്റോറീസ് ഒക്കെ പറഞ്ഞ അച്ചായൻ ഇടുമായിരുന്നു. അവസാനം അവൾ എന്നെ തേച്ചിട്ട് പോയി എന്നുള്ള രീതിയിൽ അച്ചായൻ സോഷ്യൽ മീഡിയയിലൊക്കെ വന്നിരുന്ന് കരഞ്ഞിട്ടുണ്ടായിരുന്നു. എന്തായാലും ഈ അവസരത്തിൽ ജിനുവിന് എന്താണ് പറയാനുള്ളത് എന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. ജിനു പറയുന്നത് 6 മാസം മുന്നെയാണ് താൻ അച്ചായനെ പരിചയപ്പെടുന്നത് എന്നതാണ്. ഏതോ പാർട്ടിയിൽ പോയ സമയത്ത് അവിടെ വെച്ചാണ് പോലും അച്ചായനെ പരിചയപ്പെടുന്നത്. അങ്ങനെ ആ ബന്ധം വളർന്നു. അവർ തമ്മിൽ നല്ല സുഹൃത്തുക്കളൊക്കെ ആയി. അങ്ങനെ ഇരിക്കുകയാണ് ഒരു ദിവസം അച്ചായൻ ഈ പറയുന്ന ജിനുവിനെ വിളിക്കുന്നത്. എന്നിട്ട് പറയാണ്, എന്റെ അമ്മക്ക് തീരെ സുഖമില്ല, ഒരു ഹോം നേഴ്സിനെ നോക്കണം, നിങ്ങൾക്ക് എന്നെ ഹെൽപ്പ് ചെയ്യാൻ പറ്റുമോ എന്ന്. ജിനുവിനെ സംബന്ധിച്ചിടത്തോളം ജിനുവിന്റെ അറിവിൽ ആരും ഹോം നേഴ്സ് ആയിട്ടില്ല. അങ്ങനെ ഒരു ദിവസം എന്താക്കുന്നു, അച്ചായൻ വീണ്ടും വിളിക്കുന്നു. പക്ഷെ ഇത്തവണ അച്ചായന് പകരം സംസാരിച്ചത് അച്ചായന്റെ അമ്മയാണ്. അങ്ങനെ അമ്മയുമായി സംസാരിച്ചപ്പോൾ അവരുടെ സംസാര ശൈലിയും അവരുടെ തമാശയും ഒക്കെ ഈ പറയുന്ന ജിനുവിന് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അങ്ങനെ കുറച്ച് ദിവസം അമ്മയോട് സംസാരിച്ചപ്പോൾ ആ അമ്മയെടുത്ത് പോയി അമ്മയെ ശുശ്രൂഷിക്കണം എന്നുള്ള ആഗ്രഹം ജിനുവിന് വരാൻ തുടങ്ങി. ആ രീതിയിലായിരുന്നു അമ്മയുടെ ഇടപെടൽ എന്നാണ് ജിനു ഇപ്പൊ പറയുന്നത്. അങ്ങനെയാണ് അവർ അച്ചായന്റെ വീട്ടിൽ പോയി താമസിക്കാൻ തുടങ്ങുന്നത്, അമ്മയെ പരിചരിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ കുറച്ച് ദിവസങ്ങൾ കടന്നുപോയി. അതിനുശേഷം എന്താണ് സംഭവിച്ചത് എന്നുള്ളത് ജിനു പറയുന്നുണ്ട്. അന്ന് കേട്ടോക്കാം. പോയപ്പോ ഈ പുള്ളി അപ്പം തൊപ്പിയായിട്ട് ലൈവുള്ള സമയമാണ്. പുള്ളി പോകുന്നു, 12 മണി 1 മണിയാകുമ്പോൾ വരുന്നു. നമ്മൾ നോർമലി ഡോറ് തുറന്നു കൊടുക്കുന്നു, പുള്ളി കയറുന്നു, നമ്മൾ ഈ കാര്യങ്ങളൊക്കെ നോർമലി പോകുന്നു. ആ സമയത്ത് ഈ പുള്ളി ഒരു സംശയം, നമ്മൾ ആ പുള്ളിയുടെ ആരോ ആണെന്നുള്ള രീതിയിലുള്ള കോണ്ടാക്റ്റാണ് പുള്ളി നമ്മുടെ അടുത്ത്. അതായത് നമ്മളിങ്ങനെ ഭരിക്കത്തില്ല, ഇങ്ങനെ അത് ചെയ്യരുത്, ഇത് അങ്ങനെ ചെയ്യരുത്, നിന്നെ ഫോണിൽ ഇങ്ങനെ കോൾ വരരുത് എന്നുള്ള രീതി. നമ്മൾ ചേട്ടാ അത് പറ്റത്തില്ല, എൻ്റെ ഫ്രണ്ട്സ് വിളിക്കും, എൻ്റെ ഫാമിലി അതെൻ്റെ ഇഷ്ടമല്ലേ, അത് ചേട്ടനോട് പറയണ്ട, വീട്ടിൽ ഇരിക്കുന്ന ചേട്ടന് അതൊന്നും നോക്കേണ്ട കാര്യമില്ലെന്നാണ്. ഇല്ല അങ്ങനെ പറ്റത്തില്ല ഒന്നുമില്ല. ഈ പുള്ളിക്കാരൻ ഫോൺ പിടിച്ച് തറയിലോട്ട് ഒരൊറ്റ അടി, എൻ്റെ ഫോൺ പൊട്ടിപ്പോയി. അങ്ങനെ ഞാൻ കിടന്ന് ഭയങ്കര കരഞ്ഞു. എനിക്കങ്ങ് വിറച്ചു പോയി. ഞാൻ എന്ത് ചെയ്യണമെന്ന് അറിയാത്തൊരു ഇത്. അപ്പോൾ അവർ അമ്മ ചോദിച്ചു, എന്തുവാണ് നീ കാണിച്ചത്, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നുള്ള ഒരു നോർമൽ ടോക്ക് സംസാരിച്ചു. അപ്പം ഞാൻ പറഞ്ഞു, ചേട്ടാ എനിക്ക് വീട്ടിൽ വിളിക്കും, അവർ ടെൻഷൻ അടിക്കും, ഒന്നാമത് ഇങ്ങനെയൊക്കെ എനിക്ക് ടെൻഷൻ അടിക്കും, എനിക്ക് എങ്ങനെയല്ലേ എൻ്റെ ഫോൺ ശരിയാക്കി താ, അല്ലെങ്കിൽ എനിക്ക് നാളെ എൻ്റെ ഫോൺ കിട്ടണമെന്ന് പറഞ്ഞു. അങ്ങനെ പിറ്റേ ദിവസം എറണാകുളത്തുള്ള മൊബൈൽ കെയർ ഒരു ഷോപ്പുണ്ട്, അതിലെ താജു എന്ന് പറഞ്ഞൊരു പുള്ളിക്കാരൻ, അവൻ്റെ ഫ്രണ്ടാണ്. ആ പുള്ളിക്കാരൻ്റെ ഷോപ്പിൽ പോകുന്നു, ഫോൺ പുതിയത് വാങ്ങിച്ചു തരുന്നു. വേറെ ഭയങ്കര പിന്നെ പുള്ളി ടെൻഷന് പറഞ്ഞു. ഞാൻ പറഞ്ഞു എനിക്ക് വേറെ ടെൻഷൻ ഉണ്ടായിരുന്നു, ആയ പുറത്ത് ഇങ്ങനെ കണ്ടപ്പോൾ ഞാൻ ഇങ്ങനെ റിയാക്ട് ചെയ്താന്ന് പറഞ്ഞിട്ട് അപ്പം ഞാൻ വിട്ടു. ചിലപ്പം പോട്ടെ, അപ്പോഴും എൻ്റെ മനസ്സിലൊരു ഇതുണ്ട്, ടെൻഷനും കാര്യങ്ങളും ഉണ്ട്. നോർമലി പുള്ളി എനിക്ക് അവിടെ പോയിട്ട് ഒരു ഫോൺ വാങ്ങിച്ചു തരുന്നു. കാരണം എൻ്റെ ഫോൺ പോയിട്ടല്ല, ഞാൻ അങ്ങനെ ഔദാര്യം വാങ്ങിച്ച ഫോണൊന്നുമില്ല. പുള്ളി പറയുന്നതൊക്കെ അങ്ങനത്തെ ഡയലോഗുകളാണ്. അപ്പോൾ ഞാൻ പറഞ്ഞത് നന്നാക്കി തന്നാൽ മതിയെന്ന്. പക്ഷെ പുള്ളി എനിക്ക് വേറൊരു ഫോണായിട്ട് വാങ്ങിച്ചു തന്നു, അതും കടവായിട്ട് അവിടുന്ന് വാങ്ങിച്ചത് കേട്ടോ. പൈസ റെഡി ക്യാഷ് ഒന്നും ഇന്നും ആ ചെറുക്കൻ എന്നെ കാണുമ്പോൾ എന്നോട് വിഷമം പറയും. ആ കടക്കാരനും മൂഞ്ചിച്ച്. എന്തായാലും ഇവിടെ അവസാനം ജിനു പറഞ്ഞൊരു കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും. അതായത് ഫോൺ അടിച്ച് പൊട്ടിച്ച് പുതിയൊരു ഫോൺ വാങ്ങിച്ച് തന്നെങ്കിൽ കൂടിയും ഞാൻ വളരെ ടെൻഷൻ അടിച്ചിട്ടാണ് ആ വീട്ടിൽ കഴിഞ്ഞത് എന്ന്. അവിടെ എനിക്ക് ജിനുവിനോട് ചോദിക്കാനുള്ളത്, അങ്ങനെ ടെൻഷൻ അടിക്കേണ്ട അവസ്ഥ വരാണെന്നുണ്ടെങ്കിൽ എന്തിനാ അവിടെ പിടിച്ചിക്കണം, ആ വീട്ടിൽ നിന്ന് ഇറങ്ങി പോന്നാൽ പോരെ. ഇയാൾ ഇത്തരക്കാരനാണെന്ന് മനസ്സിലാക്കിയ നിമിഷം തന്നെ ജിനുവിനെ എല്ലാം ഉപേക്ഷിച്ച് ആ വീട്ടിൽ നിന്നും ഇറങ്ങി പോരാനുള്ള സാഹചര്യം ഉണ്ടായിരുന്നല്ലോ. എന്നിട്ടും എന്തുകൊണ്ട് ആ വീട്ടിൽ പിടിച്ചു നിന്നു? മേ ബി അമ്മയോടുള്ള കമ്മിറ്റ്മെന്റ് കൊണ്ടാകാം അല്ലെ. എന്തായാലും ഫോണൊക്കെ അടിച്ച് പൊട്ടിച്ച് പുതിയ ഫോണൊക്കെ വാങ്ങിച്ചു കൊടുത്തു. അതിനുശേഷം വളരെ സോഫ്റ്റ് ആയിട്ടായിരുന്നു അച്ചായൻ തന്നോട് പെരുമാറിയത് എന്നുള്ളതാണ് ജിനു പറഞ്ഞു വെക്കുന്നത്. അതോടെ ജിനുവിന്റെ മനസ്സിൽ അച്ചായനെ കുറിച്ചൊരു ധാരണ വരാൻ തുടങ്ങി. അയാളെ ഇടയ്ക്ക് ഇങ്ങനെ ദേഷ്യം പ്രകടിപ്പിക്കെങ്കിൽ കൂടിയും ഇപ്പൊ ഉള്ളിൽ പാവാണെന്നുള്ള രീതിയിൽ. എന്തായാലും അതിനുശേഷം ഇവർ തമ്മിലുള്ള ബോണ്ട് കുറച്ചും കൂടെ അങ്ങ് വളർന്നു. ഇവർ ഒരുമിച്ച് പുറത്ത് പോകാൻ തുടങ്ങി, ട്രാവൽ ചെയ്യാൻ തുടങ്ങി, സാധനം വാങ്ങിക്കാൻ തുടങ്ങി. ആ ലെവലിലേക്കൊക്കെ ഇവരുടെ ബന്ധമായി മാറി. അതിനെക്കുറിച്ച് ജിനു പറഞ്ഞൊന്ന് കേട്ടോക്കാം. അങ്ങനെ ആയി കുറേ കഴിഞ്ഞപ്പോൾ ഈ പുള്ളിക്കാരനുമായിട്ട് കുറച്ച് നല്ല രീതിയിലുള്ള ക്ലോസ് മിങ്കിളായി കഴിഞ്ഞപ്പോൾ എവിടെ പോയാലും നമ്മൾ ഒരുമിച്ച് ട്രാവൽ ചെയ്യും. അതായത് പുറത്തൊക്കെ പോകുന്നത് അവിടെ തന്നെ, എറണാകുളം തന്നെ പുറത്തോട്ട് പോകുമ്പോൾ സാധനം വാങ്ങിക്കാൻ പോയില്ല, അങ്ങനെ നമ്മൾ ഭയങ്കര കമ്പനിയായി, നല്ല ഫ്രണ്ട്ഷിപ്പ് പോലായി. ഓക്കെ, ഇവിടെ ജിനു പറയുന്നത് ഞങ്ങൾ ഒരുമിച്ച് പുറത്ത് പോകാൻ തുടങ്ങി, സാധനങ്ങൾ മേടിക്കാൻ തുടങ്ങി, ട്രാവൽ ചെയ്യാൻ തുടങ്ങി എന്നൊക്കെയാണ് അല്ലേ. അപ്പോഴും ജിനു പറയുന്നത് ഞങ്ങൾ തമ്മിൽ നല്ല സുഹൃത്തുക്കളാണ് എന്നുള്ളതാണ്. പക്ഷെ ഇവരുടെ പ്രവൃത്തികൾ വെച്ച് നോക്കുന്ന സമയത്ത് ഒരു ബോയ് ഫ്രണ്ട് ഗേൾ ഫ്രണ്ട് ലെവലുള്ള പ്രവൃത്തികളാണ്. ജിനു ആ പറഞ്ഞതിൽ എന്തോ മേ ബി എന്റെ ചിന്താഗതി കൊണ്ടാകാം, ഓരോരുത്തരും ഓരോ രീതിയാണല്ലോ. എന്തായാലും ബാക്കി കേട്ടോക്കാം. ഒരു ദിവസം പുള്ളിയുടെ സെയിം ക്യാരക്ടർ ചേഞ്ച് ചെയ്യുന്നു.
ഒരു ദിവസം പുള്ളി എന്തോ ചെയ്തുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ പുറകെ കൂടെ വന്ന ഒരൊറ്റ അടിയുണ്ട്. നമ്മൾ അറിയുന്നില്ലല്ലോ ഇതിങ്ങനെ സംഭവിക്കാന്നുള്ള ഒരൊറ്റ അടി അടിക്കുന്നു. അപ്പം എൻ്റെ സത്യം പറഞ്ഞാൽ നമ്മൾക്ക് ഈ ഓർക്കാപ്പുറത്ത് കിട്ടുന്ന ഒരു അടി എന്ന് പറയുമ്പോൾ നമ്മുടെയൊക്കെ ലെവൽ എന്തായി തീരുമെന്നറിയാലോ. അപ്പം എനിക്ക് സത്യം പറഞ്ഞാൽ അതിൻ്റെ പേരൊന്നും എനിക്ക് പറയാൻ പറ്റത്തില്ല. ആ ഒരു കണ്ടീഷനായിരുന്നു ഞാൻ കൊണ്ടിരുന്നത്. അപ്പം എനിക്ക് ആ സമയത്ത് എൻ്റെ ബോഡി എങ്ങനെയാണ് പോയത് എനിക്കറിയില്ല. അത് എങ്ങനെ ചെയ്യണം, എന്ത് പറയണം എന്നുള്ളത് എനിക്കറിയില്ല. ആ കുറച്ച് നേരം ഞാൻ ഇരുന്ന് പോയി. ആ ഒരു കണ്ടീഷൻ ആയപ്പോൾ അവരമ്മ ചോദിച്ചു എന്തോ അടഞ്ഞു കാണിച്ചു അങ്ങനെ എങ്ങനെയാന്ന്. അടിച്ചെന്ന് പറഞ്ഞാൽ നമുക്ക് സഹിക്കാൻ പറ്റാത്ത ഒരു അടി നടുവിനിട്ട് തന്നു. അപ്പോൾ ഞാൻ പുള്ളിയുടെ അടുത്ത് കുറേ കഴിഞ്ഞിട്ട് ഞാൻ ചോദിച്ചു നിങ്ങൾ എന്തർത്ഥത്തിലാണ് എന്നെ അടിച്ചതെന്ന് ചോദിച്ചു. നമ്മൾ അറിയുന്നില്ല. ഓക്കെ, ഓർക്കാപ്പുറത്ത് ഇങ്ങനെ ഒരു അടി കൊടുത്തിട്ടും ജിനു അവിടെ പിടിച്ചു നിന്നു എന്നുള്ളതാണ്. അത് എന്തിനായിരുന്നു എന്നുള്ളതാണ് എന്റെ ചോദ്യം. നിങ്ങൾ ഇവിടെ നോക്കി, ആദ്യം മൊബൈൽ ഫോൺ എറിഞ്ഞു പൊട്ടിച്ചു. അപ്പോഴും ജിനുവിന് ആ വീട്ടിൽ നിന്ന് ഇറങ്ങി പോരാമായിരുന്നു. ജിനു അത് ചെയ്തില്ല. രണ്ടാമത് വീണ്ടും ഓർക്കാപ്പുറത്ത് ഒരു കാര്യവും ഇല്ലാതെ അവൾ ഉപദ്രവിച്ചു. അപ്പോഴും ജിനുവിന് അവിടെ നിന്ന് ഇറങ്ങി പോരാമായിരുന്നു അല്ലേ? ജിനു അത് ചെയ്തില്ല. ജിനുവിനെ സംബന്ധിച്ചിടത്തോളം ജിനു ആ കുടുംബത്തിലേക്ക് കെട്ടിക്കൊണ്ടുവന്ന പെണ്ണല്ല. അങ്ങനെയെങ്കിൽ കമ്മിറ്റ്മെന്റിന്റെ പുറത്ത് അവിടെ നിൽക്കുക എന്നുള്ളത് പറയാമായിരുന്നു. പിന്നെ ജിനു അയാളുടെ കാമുകിയുമല്ല എന്നുള്ളതാണ് ജിനു പറയുന്നത്. കാമുകിയാണെങ്കിൽ ആ കമ്മിറ്റ്മെന്റ് ഉണ്ടെന്നെങ്കിലും പറയാമായിരുന്നു. അതുമല്ല. ആകെ അച്ചായനും ജിനുവും തമ്മിലുള്ള ബന്ധം എന്ന് പറയുന്നത് സൗഹൃദ ബന്ധം മാത്രമാണ്. ആ ബന്ധത്തിന് പുറത്ത് ഇത്രയൊക്കെ ഉപദ്രവങ്ങൾ നേരിട്ടിട്ടും എന്തിനാണ് അവിടെ പിടിച്ചു നിന്നത് എന്നുള്ളതാണ്. എന്തോ ആ കാര്യത്തിൽ എനിക്കെന്തോ ഒരു കൺവിൻസിംഗ് അല്ലാത്ത പോലെ. എന്തായാലും ഇതിനെല്ലാം ഒടുവിൽ താൻ ഒരു ദിവസം നിർത്തി പോകാൻ നിന്നതായിരുന്നു. അന്നേരം തൊപ്പിയും കൂട്ടിക്കൊണ്ട് അച്ചായൻ വീട്ടിലേക്ക് കയറി വന്നു എന്നൊക്കെയാണ് ജിനു പറയുന്നത്. അതിനെക്കുറിച്ച് ജിനു പറയുന്നത് കേട്ടോ. ഞാൻ പറഞ്ഞു വന്നത് പുള്ളി അന്ന് തൊപ്പി വന്ന് ഇടപെട്ടു. അവൻ വന്ന് ഇടപെട്ടിട്ട് പറഞ്ഞു ജിനു ഇത് ലാസ്റ്റ് ആൻഡ് ഫൈനലാ, നീ ക്ഷമിച്ചേക്ക് പോട്ടെ എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞില്ലടാ എനിക്ക് പറ്റത്തില്ല, എനിക്ക് പോകണം എന്നുള്ള രീതിയിൽ ഞാൻ ഇരിക്കുക. അപ്പോഴത്തേക്ക് ഇതുപോലെ തന്നെ അവർ അമ്മ എല്ലാവരും കൂടെ പിന്നെയും കാല് പിടിച്ചുള്ള രീതിയിൽ ക്ഷമിക്കുക, പുള്ളി ആവശ്യമില്ല. ഞാൻ പറയും എനിക്കിത് കേട്ട് നിൽക്കേണ്ട കാര്യം എനിക്കിവിടെ ഇല്ല, ഞാൻ ആരുമല്ല, വേറെ ആരുമല്ല, എനിക്കിതൊന്നും കേട്ട് നിൽക്കേണ്ട ആവശ്യമില്ല ഫസ്റ്റ് ഓഫ് ഓൾ. അങ്ങനെ പറഞ്ഞപ്പോൾ ഇല്ല ഇനി നീ ഒന്ന് ക്ഷമിച്ചേക്ക്, ഞങ്ങൾ ഇടപെട്ടോളാം, ഇനി എന്തെങ്കിലും ഉണ്ടെങ്കിൽ ലാസ്റ്റ് ആൻഡ് ഫൈനലാന്നൊക്കെ പറഞ്ഞിട്ട് തൊപ്പി ഇനി ഞാനും ഇടപെടത്തില്ല നിങ്ങളുടെ ഇങ്ങനത്തെ ഫാമിലി കാര്യങ്ങളിലൊന്നും ഞാൻ ഇടപെടും. ഫാമിലി കാര്യം മീൻസ് ഇങ്ങനത്തെ അവരുടെ വീട്ടിൽ നടക്കുന്ന ഇഷ്യൂസിൽ അവൻ ഇടപെടത്തില്ല എന്നുള്ള രീതിയിൽ അവർ പുള്ളിക്കാരനോട് സംസാരിച്ച് കഴിഞ്ഞിട്ട് അവൻ പോയിട്ട് പിറ്റേ ദിവസം കുറച്ച് ദിവസം പുള്ളി നോർമലായിട്ട് സംസാരിക്കുന്നു. വലിയ ഷൗട്ടിംഗ് ഒന്നുമില്ല, നോർമലി ഉള്ള ഞാൻ അവരുടെ കാര്യം നോക്കുന്നു എന്നുള്ള രീതിയിൽ. പിന്നെ ഇത് തന്നെ അതാ പറഞ്ഞേ, ഈ ചിലവരുണ്ടല്ലോ എത്ര പഠിച്ചാലും അവരുടെ സ്വഭാവം എത്ര മറയ്ക്കാൻ നോക്കിയാലും അത് പുറത്ത് വരുമോ എന്നുള്ളത് കറക്റ്റാണ്. അതെനിക്ക് മനസ്സിലായി പുള്ളിയുടെ കാര്യത്തിൽ. ഇത് തന്നെ ഷൗട്ടി. ആ സമയത്ത് അവർ വീട് ഷിഫ്റ്റാണ്. അത് ഫ്ലാറ്റിലെന്തോ ഇഷ്യൂസ് ഉണ്ടാക്കിയിട്ട് തന്നെ അവിടുന്ന് മാറുന്നത് തന്നെയാണ്. അങ്ങനെ ലാസ്റ്റ് ഇവർ വേറെ വീട് നോക്കുന്നു. ഇപ്പോൾ ആ സ്ഥലം ഞാൻ പറയുന്നില്ല. ആ സ്ഥലത്ത് അവർ പുതിയ ഒരു വാടക വീട്ടിലാണ് താമസിക്കുന്നത്. വാടക വീട്ടിൽ പോയി താമസിക്കുന്നു. എല്ലാം വല്ല നമ്മളെ ഫാമിലി അപ്പോഴും അവിടെ എല്ലാവരും വൈഫ് എന്നുള്ള രീതിയിലാണ് എല്ലാവരും ഇൻട്രൊഡ്യൂസ് ചെയ്തേക്കുന്നത്. നോർമലി പുള്ളിയുടെ എന്ന് വെച്ചാൽ പുള്ളി ഇൻസ്റ്റാഗ്രാമിൽ ഓരോ ഇടുന്ന പോസ്റ്റും വൈഫി, എൻ്റെ വൈഫി വിത്ത് മൈ ലവ് എന്നൊക്കെ പറഞ്ഞിട്ട് പുള്ളി തന്നെ അത് വിടുന്ന പോസ്റ്റ് എന്ന് വെച്ചാൽ നമ്മൾ ഈ ചായ കുടിക്കാൻ പോകുമ്പോൾ എടുക്കുന്ന നോർമൽ നമ്മളിങ്ങനെ ഒരു ഷോപ്പിൻ്റെ കാണുമ്പോൾ എടുക്കില്ല, അതുപോലൊക്കെ ഉള്ള ഒരു വീഡിയോസ് അതിനെ എടുത്ത് പാട്ടൊക്കെ ഇട്ടിട്ട് വിത്ത് മൈ ലവ് എന്നൊക്കെ പറഞ്ഞിട്ട് പുള്ളി ക്യാപ്ഷൻ ഇടുക. ഓക്കെ, അപ്പൊ ഇവരെ ഒരുമിച്ചുള്ള ഫോട്ടോകൾ വളച്ചൊടിച്ച് മറ്റൊരു രീതിയിലാക്കി കാമുകയായിട്ട് സോഷ്യൽ മീഡിയയിൽ അച്ചായൻ അവതരിപ്പിക്കുകയായിരുന്നു എന്നുള്ളതാണ് ജിനോട് പറഞ്ഞു വെക്കുന്നത് അല്ലേ? ഇപ്പോഴും താൻ അയാളുടെ കാമുകയല്ല എന്നുള്ളതാണ് ഇവർ ഉറപ്പിച്ച് പറയുന്നത്. എന്തായാലും സോഷ്യൽ മീഡിയയിൽ തന്നെ തെറ്റായ രീതിയിൽ പ്രസന്റ് ചെയ്യാൻ തുടങ്ങിയതോടെ അതിനെ ചൊല്ലി അച്ചായനും ജിനുവും തമ്മിൽ വഴക്കായി. അങ്ങനെയാണ് ആ വീട്ടിൽ നിന്നും താൻ ഇറങ്ങി പോയത് എന്നാണ് ജിനു പറയുന്നത്. ഓക്കെ, നല്ല കാര്യം, അപ്പോഴെങ്കിലും ഒന്ന് ഇറങ്ങി പോരാൻ തോന്നിയല്ലോ. ഇല്ലായിരുന്നെങ്കിൽ ഇപ്പോഴും അനുഭവിക്കേണ്ടി വന്നേനെ. എന്തായാലും ഇവിടെ ഇനി അച്ചായന്റെ അമ്മയുടെ സ്വഭാവത്തെ കുറിച്ച് ജിനു പറയുന്നുണ്ട്. അതും കൂടി കേട്ട് നിർത്താം. ഈ അമ്മയുടെ സ്വഭാവം എന്തായിരുന്നു? വളരെ മോശമാണ്. നമ്മളെ അതാ ഞാൻ പറഞ്ഞ നമ്മളെ ട്രാപ്പിലാക്കുമെന്ന് പറയത്തില്ലേ, അമ്മയുടെ മോന്റെ പരിപാടി മെയിൻ ബിസിനസ് ആണെന്ന് ഞാൻ തന്നെ പറയാം. ഗേൾസിനെ വളച്ചെടുത്ത് ഈ പുള്ളിക്കാരൻ എല്ലായിടത്തും പറയും എൻ്റെ അമ്മയാണ് എനിക്കെല്ലാം. ഇപ്പോഴും പറയുന്നുണ്ട് എൻ്റെ അമ്മയാണ് എനിക്കെല്ലാം. ഈ അമ്മ തന്നെ ബാത്റൂമിൽ വീണ് കിടന്ന സമയത്ത് ആ സമയത്ത് ഞാൻ കണ്ടതാണ്. ഈ പുള്ളിക്കാരന് പുള്ളിക്കാരത്തി വയ്യ എന്ന് പറയുമ്പോൾ പോലും അവിടെ എന്തെങ്കിലും ഒരു ടാബ്ലറ്റും കൊടുത്ത് അവിടെ ഇരുത്തുന്ന ഒരു മോനാണിത്. സത്യം പറഞ്ഞാൽ ഈ പുള്ളി പേടിപ്പിച്ചിരുത്തുക എന്നൊക്കെ പറയത്തില്ല, അതുപോലെയാണ് ആ പുള്ളിക്കാരി അവിടെ ഇരിക്കുന്നത്. പക്ഷെ പുള്ളിക്കാരിയുടെ സ്വഭാവം അത്ര നല്ലതൊന്നുമല്ല. പുള്ളിക്കാരുടെ സ്വഭാവം എൻ്റെ അഭിപ്രായത്തിൽ, എനിക്ക് പേഴ്സണലി എൻ്റെ അഭിപ്രായം എനിക്ക് പറയാൻ പറ്റത്തുള്ളൂ, ഞാൻ കണ്ടതും കേട്ടതും അറിഞ്ഞതും വെച്ച് വളരെ മോശമാണ്. ഒരമ്മ എന്ന് വിളിക്കാൻ അവരെ പറ്റത്തില്ല. എൻ്റെ ഒരു പേഴ്സണൽ അഭിപ്രായമാണ് ഞാൻ പറയുന്നത്. ഓക്കെ, ഇവിടെ അച്ചായന്റെ അമ്മയെ കുറിച്ച് ജിനു പറയുന്നത് പെൺകുട്ടികളെ വളച്ചെടുത്ത് ട്രാപ്പിലാക്കുന്ന പണിയാണ് പുള്ളിക്കാരിക്ക് എന്നുള്ളതാണ് അല്ലേ? നമ്മൾ ഇന്നലെ പ്ലേ ചെയ്യിപ്പിച്ച അച്ചായന്റെ ബന്ധുവിന്റെ വോയിസ് ക്ലിപ്പിലും ഇതൊക്കെ തന്നെയാണ് പറയുന്നത്. ഒരുപാട് പെൺകുട്ടികളെ അമ്മ മുഖേന വലയിലാക്കിയിട്ടുണ്ട് എന്ന്. ഇനി ഇപ്പം കല്യാണം കഴിഞ്ഞ പെൺകുട്ടി പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഞങ്ങളുടെ കല്യാണം നടക്കാൻ കാരണക്കാരി
അച്ചായന്റെ അമ്മയാണ് എന്നുള്ളത്. അപ്പൊ ഇതെല്ലാം കൂടി കൂട്ടുവായിച്ച് നോക്കുന്ന സമയത്ത് ഈ അച്ചായന്റെ അമ്മയുടെ സ്വഭാവം എന്താണെന്നുള്ളത് ഏകദേശം നിങ്ങൾക്ക് പിടുത്തം കിട്ടി കാണും. എന്തായാലും ആകെ തുകയോടെ ജിനു പറഞ്ഞ കാര്യങ്ങൾ കൂട്ടി കഴിച്ച് നോക്കുമ്പോൾ ജിനുവിന് അച്ചായനിൽ നിന്ന് നേരിടേണ്ടി വന്ന യാതനകളാണ് ജിനു തുറന്നു പറഞ്ഞിട്ടുള്ളത് അല്ലേ. അതിലൊരു കാര്യത്തിൽ മാത്രമേ എനിക്ക് ഡൗട്ട് ഉള്ളൂ. ഇത്രയൊക്കെ യാതനകൾ സഹിച്ചിട്ടും ഏത് സമയവും അവൾ വീട്ടിൽ നിന്നും ഇറങ്ങി പോരാനുള്ള സാഹചര്യം ഉണ്ടായിട്ടും എന്തുകൊണ്ട് ജിനു ആ വീട്ടിൽ കുറെ കാലം പിടിച്ചു നിന്നു എന്നുള്ളത്. അതിന് ജിനു ഒരുപാട് ഉത്തരങ്ങൾ നൽകാൻ ശ്രമിച്ചെങ്കിൽ കൂടിയും അതൊന്നും ഒട്ടും കൺവിൻസിങ് അല്ലാത്ത പോലെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. മേ ബി പുറത്ത് പറയാൻ പറ്റാത്ത എന്തോ കാര്യങ്ങൾ അവർക്കിടയിൽ നടന്നിട്ടുണ്ടായിരിക്കാം അല്ലേ. അത് പറയുകയും പറയാതിരിക്കുകയും ഒക്കെ ചെയ്യുന്ന ജിനുവിന്റെ ഇഷ്ടം. ഇത് മാറ്റി വെച്ച് ജിനു പറഞ്ഞ ബാക്കി കാര്യങ്ങളെല്ലാം അച്ചായനെ കുറിച്ച് മറ്റുള്ളവരിൽ നിന്ന് ഞാൻ പറഞ്ഞു കേട്ട കാര്യങ്ങളാണ്. എന്തായാലും പലനാൾ കള്ളൻ ഒരു നാൾ പിടിയിലെന്ന് കേട്ടിട്ടില്ല. ഇത്രയും നാളും ജനങ്ങളുടെ കണ്ണിൽ പൊടിയിട്ട് വലച്ച് നടക്കായിരുന്നു അച്ചായൻ എന്നുള്ള മനുഷ്യൻ. ഇപ്പൊ അയാളുടെ തനി സ്വഭാവം എന്താണെന്നുള്ളത് പൊതുജനം മനസ്സിലാക്കി തുടങ്ങിയിരിക്കുന്നു. കൂടുതലായിട്ട് ഞാനൊന്നും പറയുന്നില്ല. എന്താണെന്ന് കേട്ട് നിങ്ങൾക്ക് തോന്നുന്നത് താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുന്നുണ്ട്. അടുത്തൊരു ടോപ്പിക്കുമായി വീണ്ടും കാണാം.